ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഒട്ടുമിക്ക ക്രിസ്ത്യാനികളും മനസ്സിലാക്കാത്ത വലിയൊരു സത്യമുണ്ട്. എത്ര പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് സങ്കടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഓർക്കുക, പ്രശ്നം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലല്ല, മറിച്ച് നിങ്ങൾ അറിയാതെ പോയ ചില കാര്യങ്ങളിലാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരുവൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപയുണ്ട്. പക്ഷേ അവനത് അറിയുന്നില്ലെങ്കിൽ അവൻ പട്ടിണി കിടന്ന് മരിക്കില്ലേ? ഇതുതന്നെയാണ് ഇന്ന് പല വിശ്വാസികളുടെയും അവസ്ഥ. ബൈബിളിൽ ദൈവം നമുക്ക് നേരിട്ട് നൽകിയ ശക്തമായ വാഗ്ദാനങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ അക്കൗണ്ടിലുള്ള വലിയ നിധികളാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ നമ്മൾ ഇപ്പോഴും ദൈവത്തിൻ്റെ മുൻപിൽ പോയിരുന്ന് യാചിക്കുകയാണ്. നിങ്ങൾ യാചിക്കേണ്ടവരല്ല, മറിച്ച് ദൈവം തന്ന വാഗ്ദാനങ്ങൾ, അവകാശങ്ങൾ ചോദിച്ചു വാങ്ങേണ്ടവരാണ്. നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ കഴിയുള്ള, എന്നാൽ പലർക്കും അറിയാത്ത ആ വലിയ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് കേട്ടുകഴിയുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ജീവിതം തന്നെ മാറിമറിയും. വീഡിയോ മുഴുവനായി കാണുക. ഈ വലിയ ആത്മീയ രഹസ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് യാചിക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ നിമിഷം തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ വലിയൊരു വിശ്വാസത്തോടെ ഇപ്രകാരം ഒന്ന് എഴുതുക: കർത്താവേ, അങ്ങയുടെ വാഗ്ദാനങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിറവേറണമേ. നിങ്ങളുടെ ഈ പ്രാർത്ഥന ഇന്നു മുതൽ വലിയ അത്ഭുതങ്ങൾക്ക് കാരണമാകട്ടെ. നമ്മൾ മറന്നുപോയ ആ വലിയ വാഗ്ദാനങ്ങളിലേക്ക് കടക്കാം. 1. ഉത്തരം നൽകുമെന്ന വാഗ്ദാനം. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കുമോ എന്ന് പേടിച്ചാണ്. എന്നാൽ ദൈവം നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വം, നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. സഹോദരങ്ങളെ, ദൈവം വെറുതെ കേൾക്കുന്നവനല്ല, മറിച്ച് ഉത്തരം നൽകുന്നവനാണ്. അടഞ്ഞ വാതിലുകൾ തുറക്കാനും വലിയ രഹസ്യങ്ങൾ വെളിപ്പെടുത്താനും അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തേത് അമാനുഷികമായ സമാധാനം. പ്രശ്നങ്ങൾ വരുമ്പോൾ സമാധാനം നഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? ഫിലിപ്പിയർ 4:7 പറയുന്നു, നമ്മുടെ എല്ലാ ധാരണയെയും അത് ലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. യഥാർത്ഥ സമാധാനം എന്നത് പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് കൊടുങ്കാറ്റിൻ്റെ നടുവിലും പത്രോസിനെ പോലെ വെള്ളത്തിനു മുകളിലൂടെ നടക്കാൻ കഴിയുന്ന ധൈര്യമാണ്. ആ സമാധാനം നിങ്ങൾക്ക് അവിടുന്ന് നൽകും. മൂന്നാമതായി, ബുദ്ധിശൂന്യത മാറ്റുന്ന ജ്ഞാനം. ജീവിതത്തിൽ എന്ത് തീരുമാനമെടുക്കണം എന്നറിയാതെ നിങ്ങൾ പകച്ചു നിൽക്കാറുണ്ടോ? യാക്കോബ് 1:5 പറയുന്നു, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. അതെ, നിബന്ധനകളില്ലാതെ എന്ത് ചോദിച്ചാലും ജ്ഞാനമായി നൽകാൻ ദൈവം തയ്യാറാണ്. 4. തളരാത്ത ശക്തി നൽകുമെന്ന വാഗ്ദാനം. പ്രാർത്ഥിച്ച് മടുത്തു എന്ന് തോന്നുമ്പോൾ യെശയ്യാവ് 40:31 നിങ്ങൾ ഓർക്കണം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. സഹോദരങ്ങളെ, നിങ്ങൾ സ്വന്തം ശക്തിയിൽ ഓടുന്നത് കൊണ്ടാണ് തളരുന്നത്. കാത്തിരിക്കാൻ തയ്യാറായാൽ അവിടുന്ന് നിങ്ങൾക്ക് അമാനുഷിക ശക്തി നൽകും. 5. ചോദിച്ചാൽ കിട്ടുമെന്ന ഗ്യാരണ്ടി. ചോദിച്ചാൽ കിട്ടുമോ എന്ന ഭയം വേണ്ട. മത്തായി 7:7 ഈശോ ഒപ്പിട്ട് നൽകിയ ഗ്യാരണ്ടിയാണിത്. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ദൈവം നമ്മോട് കണ്ണുപുത്തിക്കളി കളിക്കുകയല്ല, മറിച്ച് നമ്മുടെ ആത്മാർത്ഥത അവിടുന്ന് പരീക്ഷിക്കുകയാണ്. മടുക്കാതെ ചോദിക്കുന്നവന് ഉത്തരം അവിടുന്ന് ഉറപ്പാണ്. 6. മാറ്റമില്ലാത്ത സ്നേഹം. എൻ്റെ പാപങ്ങൾ കാരണം ദൈവം എന്നെ വെറുത്തുവോ എന്ന് ചിന്തിക്കുന്നവരോട് റോമർ 8:38 മുതലുള്ള വാക്യങ്ങൾ. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ല.
നിങ്ങളുടെ കഴിഞ്ഞകാല തെറ്റുകളൊന്നും ദൈവത്തിൻ്റെ സ്നേഹത്തെ കുറയ്ക്കുന്നില്ല. അവിടുന്ന് നിങ്ങളെ എപ്പോഴും സ്നേഹിക്കുന്നു. 7 ഇരട്ടിയാക്കുന്ന അനുഗ്രഹം. എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരോട്, വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരുകയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും. ദൈവം വെറുമൊരു ദാതാവല്ല, അവിടുന്ന് എല്ലാം ഇരട്ടിയാക്കുന്നവനാണ്. 5 അപ്പവും 2 മീനും കൊടുത്തപ്പോൾ അത് 5000 പേർക്ക് നൽകിയത് അവിടുന്നാണ്. നിങ്ങളുടെ കുറവുകളെ അവിടുത്തെ കൈകളിൽ കൊടുക്കുക, അവിടുന്ന് സമൃദ്ധിയെ ഇരട്ടിയാക്കും. 8 സങ്കടങ്ങൾക്കിടയിലെ സന്തോഷം. സങ്കടങ്ങൾ ഒരിക്കലും മാറില്ല എന്ന് കരുതി നിരാശപ്പെടുന്നവരോട് സങ്കീർത്തനങ്ങൾ 30:5 പറയുന്നു, അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ, അവിടുത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കുന്നു. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി. ഇരുട്ട് എത്ര വലിയതാണെങ്കിലും നാളെ പുലർച്ചെ വരാനിരിക്കുന്ന വലിയ സന്തോഷത്തെ തടഞ്ഞു നിർത്താൻ ഒരു സങ്കടങ്ങൾക്കും കഴിയില്ല. 9 ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന വാഗ്ദാനം. സകലരും എന്നെ ഒറ്റപ്പെടുത്തി എന്ന് തോന്നുമ്പോൾ ഈ വചനം ഓർക്കുക. ശക്തരും ധീരരുമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട, അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. മനുഷ്യർ മാറിയേക്കാം, പക്ഷേ അഗ്നിചൂളയിൽ വലിച്ചെറിയപ്പെട്ടാലും നിങ്ങളുടെ കൂടെ നടക്കാൻ അവിടുന്ന് ആ തീയിലേക്ക് വരും. സഹോദരങ്ങളെ, ഈ 9 വാഗ്ദാനങ്ങളും വലിയൊരു നിധിയായി നിങ്ങളുടെ മുൻപിലുണ്ട്. പക്ഷേ വെറുതെ ഇതൊക്കെ ബൈബിളിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിച്ചിട്ട് കാര്യമില്ല. ഒരു ചെക്ക് കയ്യിൽ കിട്ടിയാൽ അത് ബാങ്കിൽ കൊണ്ടുപോയി മാറിയാലല്ലേ പണം കിട്ടൂ. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ രീതി മാറ്റണം. കർത്താവെ, എനിക്ക് സമാധാനം നൽകണേ എന്ന് യാചിക്കുന്നതിനു പകരം, കർത്താവെ, അവിടുന്ന് എനിക്ക് സമാധാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ ആ സമാധാനം എൻ്റെ ജീവിതത്തിലേക്ക് അവകാശമായി ഏറ്റുവാങ്ങുന്നു എന്ന് അധികാരത്തോടെ പ്രാർത്ഥിക്കണം. ഭയം വരുമ്പോൾ അവിടുന്ന് എന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഉറക്കെ പറയണം. വാക്കുകളിലൂടെയാണ് നിങ്ങൾ ആ വാഗ്ദാനങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. സഹോദരങ്ങളെ, നിങ്ങൾ വെറുമൊരു അടിമയായിട്ടല്ല, സ്വർഗത്തിൻ്റെ അവകാശിയായിട്ടാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഭയപ്പെട്ട് ജീവിക്കരുത്. ഈ കേട്ട വചനത്താൽ നമ്മെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കുമാറാകട്ടെ.